പ്രിയപ്പെട്ട കുട്ടികളെ, 1ാം ക്ലാസ്സുകാർക്ക് ഇനി അടുത്ത പരീക്ഷ ദുറൂസ് അറബി മലയാളം, അതാണ് ഇനി അടുത്ത പരീക്ഷ. അപ്പോൾ അതിൻ്റെ 2024 മുതൽ 2019 വരെയുള്ള ചോദ്യങ്ങളും ഏതാണ് പ്രധാനപ്പെട്ട പാഠങ്ങളും അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ 2024 ചോദ്യം, ഫസ്റ്റ് പേജ്, ചോദ്യപേപ്പറിൻ്റെ ഫസ്റ്റ് പേജ് ഉസ്താദിന് വായിച്ചു കൊടുക്കാനുള്ളതും അടുത്ത പേജ് കുട്ടികൾ എഴുതാനുള്ളതുമാണ്. അപ്പോൾ നോക്കാം, നമുക്ക് ആദ്യത്തെ നോക്കാം. 2024 ചോദ്യപേപ്പർ നോക്കാം. ഈ അക്ഷരം വായിക്കാനാണ്. ഇതെന്താ വായിക്കുക? ആദ്യം ത് എന്നാണ്, പിന്നെ റ. അപ്പോൾ ഇത് കൂട്ടി വായിക്കുമ്പോൾ ത്ര എന്നാണ് വായിക്കുക, ത്ര. അടുത്തത് ന്, പിന്നെ ത. അപ്പോൾ ഇത് കൂട്ടി വായിക്കുമ്പോൾ ന്ത, ന്ത. അടുത്തത് ക് ഷ, ഇത് കൂട്ടി വായിക്കുമ്പോൾ ക്ഷ, ക്ഷ. അടുത്തത് ന്ത. അപ്പോൾ ഇത് പുസ്തകത്തിൽ ഏത് പാഠത്തിൽ വരുന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഭാഗത്ത് വരുന്ന അക്ഷരങ്ങളൊക്കെ നല്ലോണം നിങ്ങൾ പഠിക്കണം. ഈ പങ്കായം എന്ന് പറയുന്ന പാഠാണിത്, പങ്കായം. ഈ പാഠത്ത് ഒരുപാട് എഴുതാനും വായിക്കാനും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. പങ്കായം കാണാതെ എഴുതാൻ പഠിക്കണം. പന്ത് കാണാതെ എഴുതാനും വായിക്കാനും പഠിക്കണം. സ്വന്തം, ബന്ധം, ചന്ദനം, 5, ക്ഷമ, വിജ്ഞാനം, പക്വത, യുവത്വം. ഇനി നോക്കൂ, ഇവിടെ അക്ഷരങ്ങൾ വേറെ കൊടുത്തിട്ടുണ്ട്. ങ്ക, ന്ത, ക്വ, ത്വ, ക്ഷ, അഞ്ജനം. അപ്പോൾ ഈ പാഠം നല്ലോണം പഠിക്കണം കുട്ടികൾ. ഉമ്മമാരെ കൊണ്ട് വായിച്ചു തരാൻ പറയണം. അടുത്തത് നോക്കൂ, ഇത് വായിക്കാനാ. ഈ 2 അക്ഷരം പിന്നെ ഇതും കൂട്ടി വായിക്കുക. വരണം, വരണം. അടുത്തത് പോകണം, പോകണം. അടുത്ത് വേണം, വേണം. അടുത്ത് ഗേഹം, ഗേഹം. ഗാനം, ഗാനം. അടുത്ത് മുഖം, മുഖം. അപ്പോൾ നിങ്ങൾ നോക്കൂ, അപ്പോൾ ഇവിടെ ഗാനം, ഘടികാരം, അതുപോലെ ഗാനം, ഗുളിക എന്ന് പറയുന്ന പാഠത്തു നിന്നുള്ള ചോദ്യങ്ങളാണിത്. ആ പാഠം വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. അടുത്തത് ഇത് ഫ എന്നാണോ ഫ എന്നാണോ? ഇത് ഫ എന്നാ വായിക്കുക. ഫലിതം, ഫലിതം, ഫലിതം. അടുത്ത ലഭിക്കും, ലഭിക്കും. അടുത്ത വിശേഷം, വിശേഷം. ധനികൻ, ധനികൻ. തീവണ്ടി, തീവണ്ടി. പറ്റരുത്, പറ്റരുത്. അപ്പോൾ ഈ പാഠത്തുനിന്ന് ചോദ്യങ്ങൾ വന്നു. ഗുളിക, ഘടികാരം. നോക്കൂ, ഗേഹം കണ്ടോ എങ്ങനെയാണ്? ഗേഹം. മുഖം, മുഖം. ഗാനം, ആഘോഷം. അപ്പോൾ ഇത് നല്ലോണം വായിച്ചു പഠിക്കണം കുട്ടികൾ, കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ഇത്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് വാഴപ്പഴം. ഇവിടെ ഴ എന്ന് പഠിക്കുന്ന അക്ഷരം ഴ. വഴിയിൽ കുഴിക്കരുത്, ബോർഡിൽ നോക്കി എഴുതണം, റബ്ബിന് താഴ്മ ചെയ്യണം. ഡ, ഇത് ഡ എന്നാ വായിക്കുക. 2 പുള്ളി, റായിൻ്റെ മുകളിൽ 2 പുള്ളി ഇട്ട് ഡ. ഡയറി കൊണ്ടുവരണം. അതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു സ്ഥലമാണിത്. ഇതിലേതെങ്കിലും ഒരു വാക്ക് തന്നിട്ട് വായിക്കാനോ എഴുതാനോ വരും. ഇതൊരു പരീക്ഷയ്ക്ക് വന്നാണ്. ധൂർത്തടിക്കരുത്, ധൂർത്തടിക്കരുത്. ധനം, ധനം. ഈ ഹാ വന്നാൽ കാറ്റ് വേണം. ധനം വായിക്കുമ്പോൾ ഒരു കാറ്റ് വരണം. വീട്ടു പാഠം, പാഠം പഠിക്കണം. വീട്ടുപാഠം പഠിക്കണം. ധീരതയാണ് നമുക്ക് വേണ്ടത്. കുട്ടികൾ ഇതെല്ലാം ഒന്നിച്ചു വായിക്കും. ഒരുമിച്ച് ഇവിടെ മുതൽ ഇവിടം വരെ കുട്ടികൾക്ക് കാണാതെ കിട്ടുന്നവരുണ്ടാവും. പക്ഷേ നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇതിലേതെങ്കിലും ഒന്നിൽ വിരൽ വെച്ചിട്ട് ഇത് മാത്രം വായിക്കാൻ പറയാം. അപ്പോഴാണ് കുട്ടികൾക്ക് ചെറിയ പ്രയാസം ഉണ്ടാവുക. അപ്പോൾ ഈ കുട്ടികൾ ഇവിടെ മുതൽ ഇങ്ങനെ വായിച്ചു നോക്കും, എന്നിട്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വായിച്ചു തരും. അങ്ങനെയല്ല വായിക്കേണ്ടത്. ഓരോ അക്ഷരം ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് കുട്ടികളെ കൊണ്ട് വായിപ്പിക്കണം. ധീരതയാണ്, ധീരതയാണ്. അതേപോലെ മധുരമുണ്ട്. കാരണം പരീക്ഷയ്ക്ക് ഒരു ഭാഗം ഒരു വാക്ക് മാത്രം തന്നിട്ട് വായിക്കാനാ പറയാം. ഇപ്പോൾ ധൂർത്തടിക്കരുത്, ഇത് മാത്രം തരും. ദരിദ്രരോട്, ഇതെന്താ വായിക്കുക? ദരിദ്രരോട്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വിശേഷം, വിശേഷം. അതുപോലെ സൃഷ്ടി, അതുപോലെ സൃഷ്ട,
സൃഷ്ടാവിന് വഴിപ്പെടണം. ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ പ്രധാനപ്പെട്ടതാണ് വറ്റി വരണ്ടു, തെറ്റ് പറ്റരുത്. പരീക്ഷയ്ക്ക് ഇത് ഒന്നിച്ച് തരൂല, ഇത് മാത്രമേ തരുള്ളൂ, പറ്റരുത്. അപ്പോൾ നമ്മളിത് വായിക്കാൻ കിട്ടണം, പറ്റരുത്. അതുപോലെ പരിഹസിക്കരുത്, ഓരോരുത്തരായി വരണം, തരം തിരിച്ചു, മരം മുറിച്ചു. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത്, കണ്ടോ, സ്വ ഇതേതാക്ഷരം സ് വ. അപ്പം എന്താ വായിക്കുക? സ്വഭാവം. അതുപോലെ ഇതിൽ മറ്റു കാണുന്നവനാണ്, ഇബാദത്തിന് മാത്രമാണ്, അർഹൻ, നമുക്ക്, തീർച്ചയായും. ഈ വാക്കുകളൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കുക കുട്ടികൾ. ഇനി നമുക്ക് നോക്കാം ആ 2024 ചോദ്യപേപ്പറിൻ്റെ എഴുത്തിൻ്റെ ഭാഗം. ഇതാണ് എഴുതാനുള്ള ഭാഗം. ഇവിടെ എന്നുണ്ട്, 2 അക്ഷരം ഇവിടെ വിട്ടുപോയിട്ടില്ലേ? 2 അക്ഷരമല്ല, അതിനേക്കാളും കൂടുതൽ. പങ്ക എന്നിവിടെ എഴുതി കൊടുക്കണം. ഇവിടെ ഘടികാരത്തിൻ്റെ പിന്നെ അവിടെ ഒരു ഹാ എഴുതണം അല്ലേ, ഘടികാരം എന്ന് എഴുതുമ്പോൾ. അപ്പോൾ ഹാവ് വേണം. പിന്നെ ഇവിടെ വാഴ എന്ന് വിട്ടുപോയിട്ടുണ്ട്, വാഴ. എങ്ങനെ ഴ എന്ന് എഴുതുക? റായിൻ്റെ മുകളിൽ 3 പുള്ളി ഇടണം അല്ലേ. അടുത്ത് നോക്കൂ, ഇവിടെ ഹർക്കത്ത് ഇട്ടുകൊടുക്കാനാണ്. ഇവിടെ ഹർക്കത്ത് ഇല്ലാതെ എഴുതിയിട്ടുള്ളത് കേരളം. ഇത് കണ്ട കുട്ടികൾ വേഗം വായിക്കും കേരളം, പക്ഷേ ഇതിൻ്റെ ഹർക്കത്ത് പഠിക്കണം. അതുപോലെ പുഷ്പം, ചക്രം. ഇനി നോക്കുക, ഈ ചോദ്യം എന്തായാലും പരീക്ഷയ്ക്ക് വരും, ഒരുപാട് തവണ പരീക്ഷയ്ക്ക് വരുന്നതാണ്. നമുക്ക് ലിവാവും പുസ്തകത്തിലെ അക്ഷരം തന്നിട്ട് അത് അറബി മലയാളം പുസ്തകത്തിലെ അക്ഷരമാക്കാനാണ് ഇവിടെ പറയുന്നത്. ഇത് നോക്കൂ, അറബി മലയാളം അക്ഷരമാക്കാം. ഇവിടെ 2 ഹ ഉണ്ടല്ലേ, ഹ. അപ്പോൾ ഇതിന് നമുക്ക് 3 പുള്ളി കൊടുക്കാം. 1 2 3. ഇപ്പം ഇതെന്താ വായിക്കുക? ചാന്നായി അല്ലേ. അപ്പോൾ നമ്മൾ എല്ല് പുസ്തകത്തിലെ അക്ഷരമായി മാറി. ഇത് നോക്കൂ, ഇതിന് നമുക്ക് അടിയിൽ 3 പുള്ളിയും മുകളിൽ 1 പുള്ളിയും കൊടുക്കും. ഇപ്പം എന്തായി? ഞാ. അപ്പോൾ എല്ല് പുസ്തകത്തിലെ അക്ഷരമായി. ഇവിടെ സ എന്നാണ്, സബീബും പാഠത്തിലെ സ ആണ്. ഇത് നമുക്ക് എല്ല് പുസ്തകത്തിൽ അക്ഷരാക്കണം. എന്താ ചെയ്യുക? ഇവിടെ 1 പുള്ളി കൊടുക്കുക, ഇവിടെ 1 പുള്ളി കൊടുക്കുക. ഇപ്പം എത്ര പുള്ളിയായി? 3 പുള്ളി. അപ്പം എന്താ വായിക്കുക? ഴ. ഇനി ഇവിടെ സ ഉണ്ട്, ഇവിടെ 1 പുള്ളി കൊടുക്കുക. അപ്പം എന്തായി? ഡയറി കൊണ്ടുവരണം. പിന്നെ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? കോപ്പി അടിച്ചിട്ട് താഴോട്ട് എഴുതാനുള്ള ചോദ്യമാണ്. ഇനി നമുക്ക് അടുത്ത വർഷത്തെ ചോദ്യപേപ്പർ നോക്കാം. 2023 ചോദ്യം ഞാൻ പറഞ്ഞില്ലേ, ആ പങ്കായം എന്ന് പറയുന്ന പാഠമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം. അവിടെ നിന്നുള്ള ചോദ്യമാണിത്. കണ്ടോ, ഇത് വായിക്കാൻ ക്ഷ. അപ്പോൾ ഇതെന്താ വായിക്കുക? ക്ഷ. അതുപോലെ ഇങ്ക, ഇതും ആ പാഠത്തിൽ പഠിച്ചു. ഇത് ഇണ്ട, വണ്ടി എന്ന് പാഠത്തിൽ പഠിച്ചു, വണ്ടി ഇണ്ട. ഇതോ ഢ. ഇത് ഖ്യ. ഇതുപോലെ ഭ. ഈ അക്ഷരങ്ങളൊക്കെ ഒരുമിച്ചിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. ഇത് കണ്ടോ നിങ്ങൾ? ന്ത, ക്വ, ൽഭു, ഖ്യ. കണ്ടോ, ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്ന്. ഖ്യ, ംബ, ധ്യ, ധ. അടുത്തത് ഭ, ഇഞ്ച, ധി, അതിഥി, ഢ, പാഠം. അടുത്തത് ഘ, ഝ, ഛ. അപ്പം നിങ്ങൾ നോക്കൂ, അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഈ പ്രധാനപ്പെട്ട അക്ഷരങ്ങളൊക്കെ നല്ലോണം നിങ്ങൾ പഠിക്കണം, വായിച്ച് പഠിക്കണം. പരീക്ഷയ്ക്ക് വരുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം നോക്കൂ, വിശേഷം കൂട്ടി വായിക്കാനാണ്. അടുത്തത് വർഷം, ദോഷം. അടുത്ത് വായിക്കാനുള്ളത് സ്വഭാവം, തെറ്റ്, പറ്റരുത്, തെറ്റ് പറ്റരുത്. ധൂർത്തടിക്കരുത്. പൊങ്ങ്, അടിയിലും താഴെയും പുള്ളിയിട്ടാലും ഇങ്ങാന്നാ വായിക്കുക അല്ലേ. മാങ്ങ എന്ന് പറയുന്ന പാഠത്തിൽ പഠിച്ചു. പൊങ്ങ്. പള്ളി, നെല്ല്. അടുത്ത് നമ്മെ, കപ്പി. അപ്പോൾ ഗുളികൻ്റെ ഗു എഴുതാൻ, പിന്നെ ഘടികാരത്തിൻ്റെ ഉണ്ടാവും. ഇതൊക്കെ ആവർത്തിച്ച് വരുന്നു. ചക്രം, ഞാറ്, ഫലം. അടുത്തത് പങ്കായം, പന്ത്, മാങ്ങ, പിന്നെ പുഷ്പം. ഇതൊക്കെ എഴുതാനാണ്. കണ്ടോ, അറബി മലയാളം അക്ഷരാക്കാൻ വന്നു. ഇതെല്ലാ കൊല്ലം പരീക്ഷയ്ക്ക് വരും. ഇതെങ്ങനെ അറബി മലയാളം അക്ഷരാക്കുക? ഇവിടെ സ ഉണ്ട്. അറബി മലയാളം അക്ഷരാക്കാൻ എന്താ ചെയ്യുക?
ഷാ ആക്കുക അല്ലേ, ഷാ 3 പുള്ളിയുള്ള ഷാ ആക്കുക. പിന്നെ മുകളിൽ 3 പുള്ളിയും താഴെ ഒരു പുള്ളിയും, അപ്പോൾ വിശേഷം. അടുത്ത റാ. റാ എത്ര ഉണ്ട്? 1 2 3 4 എണ്ണം ഉണ്ട്. ഇപ്പം എന്തൊക്കെയാ ആക്കേണ്ടത്? ഫസ്റ്റ് ര ആക്കുക, അടിയിലൊരു പുള്ളി കൊടുത്താൽ ര. പിന്നെ ഇവിടെ 2 പുള്ളി കൊടുത്താൽ എന്തായി? ഡയറിൻ്റെ. 3 പുള്ളി കൊടുത്താൽ എന്തായി? ഴ. പിന്നെ 1 റായും. അപ്പോൾ എല്ലാമായി. അടുത്തത് ഹ. ഹ എങ്ങനെയൊക്കെ അറബി മലയാളത്തിലെ അക്ഷരങ്ങൾ നമുക്കറിയാം അല്ലേ? 1 ച ആക്കാം, വേറൊന്ന് താഴെ 3 പുള്ളി മുകളിലൊരു പുള്ളി ഞ, പിന്നെ ജ. അടുത്ത ഇത് അതുപോലെ കോപ്പി അടിച്ച് എഴുതാനാണ്. ഇനി 2022 ചോദ്യപേപ്പർ നിങ്ങൾ നോക്കൂ. ആവർത്തിച്ച് വരുന്നുണ്ടോ ചോദ്യങ്ങൾ? ഇങ്ക കണ്ടോ, ഇവിടെ ഇങ്ക തന്നെ വന്നത്. ന്ത, ക്വ, ത്വ, ക്ഷ. അപ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, ആ പാഠം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് വായിക്കാനാ. എന്നും പള്ളിയിൽ പോകണം. എന്നും പള്ളിയിൽ പോകണം. 7 മാർക്കാണ് ഇതിന്. അടുത്തത് നല്ല മധുരമുണ്ട്. ഇവിടെ ഹ ഉണ്ടാകുമ്പോൾ വായിക്കുമ്പോൾ കാറ്റ് വരണം. മധുരമുണ്ട്. അടുത്തത് കേട്ടത് പറയരുത്. ചിഹ്നം, കാർഡ്. വാങ്ങുക, മുഴങ്ങുക, പൊങ്ങുക. കണ്ടോ, ആവർത്തിച്ച് വരുന്ന ഗുളിക. ഇവിടെ ഗു എഴുതാനാണ്. ഇവിടെ പുഷ്പത്തിൻ്റെ പുഷ് 2 അക്ഷരം. ഇവിടെ മരത്തിൻ്റെ മ, ഇവിടെ ചക്രത്തിൻ്റെ ച. പിന്നെ ഇതെന്താണ്? അറബി മലയാള അക്ഷരാക്കാനാണ്. ഇത് ലിർസും പാഠത്തിൽ പഠിച്ച ലോതാണ്. ഇതിൻ്റെ താഴെ ഒരു പുള്ളി കൊടുത്താൽ എന്തായി? നമ്മളെ കേരളത്തിൽ പഠിക്കുന്ന ലായി. പിന്നെ ഇത് ആണ് ഐനും പാഠത്തിൽ പഠിക്കുന്ന ലിവാമുസത്ത് പഠിക്കുന്നതാണ്. ഇതിന് താഴെ മുകളിൽ ഒരു പുള്ളി കൊടുത്താൽ ങ്ങായി. ഇത് ഹ ചാക്ക. അടുത്ത ഇതിന് കളർ കൊടുക്കാനാണ് അല്ലേ, നിറം നൽകാം. ഇതിനൊക്കെ നിറം കൊടുക്കാനാണ്. ഇനി ഹർക്കത്തും പുള്ളിയും കൊടുക്കാനുണ്ട്. ഹർക്കത്ത് കൊടുക്കാൻ പുള്ളി ഇവിടെ ഉണ്ട്. പാഠം പഠിക്കണം. റബ്ബിന് താഴ്മ ചെയ്യണം. ഈ എഴുത്ത് കാണുമ്പോൾ കുറേ കുട്ടികൾക്ക് മനസ്സിലാവും എന്താണ് ചോദ്യം എന്ന്. ചില കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാവും. നമ്മൾ അടുത്ത വർഷത്തെ ചോദ്യം 2021 ചോദ്യപേപ്പർ നോക്കാൻ പോവാണ്. നോക്കൂ നിങ്ങൾ, അതേ അക്ഷരം തന്നെ വീണ്ടും വരുന്നത്. ക്ഷ കണ്ടോ, ഇത് ഴ വാഴപ്പഴത്തിൽ പഠിക്കുന്നത്. ഇത് ഫ. അടുത്തത് ര, ഢ, ഭ. ഇതെന്താ വായിക്കുക? മുഖ്യമായത്. ധ ധർമ്മം. അതിഥി, ഛായ. ഇതിൻ്റെ മുകളിൽ കണ്ടോ വേറൊരു ഫത്തഹ് കണ്ടോ? ഇത് നീട്ടാനാണ്. അപ്പോൾ ആഘോഷം. ഇതിന് 6 മാർക്കുണ്ട് കേട്ടോ. നഖം. അവിടെ എഴുതാൻ വന്ന് പുഷ്പ പൂർണ്ണമായിട്ട് എഴുതണം, 4 മാർക്കാണ്. പിന്നെ ഗുളിക പൂർണ്ണമായിട്ട് എഴുതണം, ചക്രം പൂർണ്ണമായിട്ട് എഴുതണം. പിന്നെ ഇത് നോക്കി എഴുതാനാണ്. പരിഹസിക്കരുത്, ഉമ്മ കഥ പറഞ്ഞു, കുറ്റപ്പെടുത്തരുത്, നോക്കി എഴുതാനാണ്. അടുത്തത് ഇത് എന്താണ്? ഇവിടെ മിസ്സിങ് ആയ ഇവിടെ കാണാത്ത അക്ഷരം ഇതാ. കണ്ണ്, അത് വണ്ടി, മാങ്ങ. ഇത് പന്ത്, വളരെ സിമ്പിളാണല്ലേ ചോദ്യം. ഇനി അടുത്ത വർഷത്തെ ചോദ്യം നമുക്ക് നോക്കാം. 2019 എന്താണ്? ബോർഡിൽ നോക്കി വായിക്കാം. ഇതെന്താ? സൃഷ്ടി കണ്ടോ? കുറ്റപ്പെടുത്തരുത്. ഞാൻ പറഞ്ഞ ഭാഗങ്ങളെ പ്രധാനപ്പെട്ട. ധീരതയാണ്. പഠിക്കണം. അടുത്ത നോക്കൂ, ചേർത്തി വായിക്കാം. അംഗത്വം. ഭീരുത്വം. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടോ എന്ന് സംശയം ഉണ്ടാവും. ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് ഇത്. കോവളം, കേരളം. മുഴങ്ങുക, പൊങ്ങുക. ആഘോഷം, വിശേഷം. കണ്ടോ നിങ്ങൾ? ടെക്സ്റ്റ് ബുക്കിൽ കണ്ടോ? അംഗത്വം, മിതത്വം, യുവത്വം, തത്വം, ഭീരുത്വം. ഇത് കുട്ടികളെ കൊണ്ട് നല്ലോണം വായിപ്പിച്ച് പഠിപ്പിക്കണം. അതുപോലെ ഇവിടെ നമ്മൾ എഴുതി കൊടുക്കണം. വർഷം, ആഘോഷം, അങ്ങനെ എഴുതി കൊടുക്കണം. ഇവിടെ മരം, കരം, ചരം, അങ്ങനെ ഓരോന്ന്. മലയാളം, കോവളമൊക്കെ ഇവിടെ ഉള്ളത്. മലയാളം, കേരളം, കോവളം, താവളം, അതൊക്കെ ഇവിടെ ഉണ്ട്. അടുത്ത ഒരുപാട് അക്ഷരങ്ങൾ കൊടുത്തിട്ട് വായിക്കാനാണ്. ഫ, ക്ഷ, ഘ, ഢ, ഇർ, ച അല്ലേ. ഇനി ഇവിടെ ഇതെന്താണ്? ഘടികാരം അല്ലേ. അപ്പോൾ ഇവിടെ ഘടികാരം പൂർണ്ണമായിട്ട് എഴുതണം. പങ്കായം, വാഴപ്പഴം, പുഷ്പം. ഇനി നോക്കൂ, ഹർക്കത്ത് കൊടുക്കാനാണ്. അല്ലാഹു എല്ലാം കാണുന്നവനും
കേൾക്കുന്നവനുമാണ്. 10 മാർക്കാണ് ഇതിന്, 10 മാർക്ക്. അടുത്ത അറബി മലയാള അക്ഷരാക്കാനാണ്. ഇതിന് താഴെ മുകളിലും പുള്ളി കൊടുത്താൽ എന്തായി? ങ്ങായി. ഇത് ഹ, താഴെ 3 പുള്ളി കൊടുത്താൽ ചായ്. സ്വാദ് താഴെ മേലും പുള്ളി കൊടുത്താൽ ളായി, കേരളത്തിൻ്റെ. ഇനി ഇത് നോക്കി എഴുതാനാണ്. അപ്പോൾ ഇത്രയും ചോദ്യപേപ്പർ നിങ്ങൾ നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.